മോൻസൺ മാവുങ്കലിന്റെ പുരാവസ്തു തട്ടിപ്പിൽ KPCC അധ്യക്ഷൻ കെ സുധാകരൻ MP കൂട്ടുപ്രതി. സുധാകരനെ രണ്ടാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. വഞ്ചന, ക്രിമിനൽ ഗൂഢാലോചന എന്നിവയാണ് സുധാകരനെതിരായ കുറ്റങ്ങൾ. യൂത്ത് കോൺഗ്രസ് നേതാവും സുധാകരന്റെ വിശ്വസ്തനുമായ എബിൻ എബ്രഹാമാണ് മൂന്നാം പ്രതി. പുരാവസ്തു തട്ടിപ്പ് കേസിൽ കെ സുധാകരന്റെ പങ്കാളിത്തം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പണം നഷ്ടപ്പെട്ട MT ഷമീർ, അനൂപ് എന്നിവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചത്. തട്ടിപ്പിൽ കെ സുധാകരന് പങ്കുള്ളതായി അന്വേഷണത്തിൽ കണ്ടെത്തിയതിനെ തുടർന്ന് സുധാകരനെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർ നടപടികളുടെ ഭാഗമായാണ് അന്വേഷണ സംഘത്തലവൻ DYSP R റസ്തം എറണാകുളം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രപ്രകാരം കെ സുധാകരൻ കേസിൽ രണ്ടാം പ്രതിയാണ്. മോൻസൺ മാവുങ്കൽ ഒന്നാം പ്രതിയും സുധാകരന്റെ വിശ്വസ്തനും യൂത്ത് കോൺഗ്രസ് നേതാവുമായ എബിൻ എബ്രഹാം മൂന്നാം പ്രതിയുമാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമം 120B ക്രിമിനൽ ഗൂഢാലോചന, 420 വഞ്ചന എന്നീ കുറ്റങ്ങളാണ് സുധാകരനെതിരെ ചുമത്തിയിരിക്കുന്നത്. വ്യാജരേഖയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തട്ടിപ്പ് നടത്താൻ സുധാകരൻ കൂട്ടുനിന്നുവെന്നാണ് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നത്. നിർണായകമായ 3 സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളും സുധാകരന് കുരുക്കായി. തങ്ങളിൽ നിന്നും തട്ടിയെടുത്ത 25 ലക്ഷം രൂപയിൽ 10 ലക്ഷം രൂപ സുധാകരൻ കൈപ്പറ്റിയെന്നായിരുന്നു പരാതിക്കാരായ അനൂപ്, ഷമീർ എന്നിവരുടെ മൊഴി. മോൻസന്റെ മുൻ ഡ്രൈവർമാരായ അജി, ജെയ്സൺ, മാനേജർ ജോഷി എന്നിവർ പണം കൈമാറ്റം കണ്ടതായി മൊഴി നൽകിയതോടെ സുധാകരനെതിരായ സുപ്രധാന തെളിവായി. ഒപ്പം മൊബൈൽ ടവർ ലൊക്കേഷൻ, ഫോൺ രേഖകൾ, ഫോട്ടോകൾ എന്നിവയും തട്ടിപ്പിൽ സുധാകരൻ്റെ പങ്കാളിത്തം തെളിയിക്കുന്നതായി മാറി. ഇതേ വിഷയത്തിൽ സുധാകരനെ മുമ്പ് ED ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ സുധാകരൻ്റെ വിവാദമായ BJP RSS അനുകൂല പ്രസ്താവനകൾക്ക് പിന്നാലെ ED അന്വേഷണം നിലയ്ക്കുകയായിരുന്നു. സാലി മുഹമ്മദ്, കൊച്ചി.